കണ്ണീരും ആർപ്പുവിളികളും ഇനിയും നിലച്ചിട്ടില്ലാത്ത, ജീവിതം നരകതുല്യമായി മാറിയ ആസാമിൻ്റെ കലാപഭൂമിയിൽ ഞങ്ങൾ കണ്ട നൊമ്പരമുണർത്തും കാഴ്ചകളിലൂടെ. കിനാവുകളിൽ പോലും കണ്ണീരിൻ്റെ ഉപ്പുരസം പുരണ്ട ഈ ജനതയ്ക്ക് ഇനി ആര് പ്രതീക്ഷയുടെ തിരിവട്ടം പകരും? വിധിവൈപരീത്യം പോലെ കടന്നുവന്ന ഒരു കാളരാത്രിയിൽ ജന്മദേശമെന്ന പൊക്കിൽ കൊടിബന്ധം പോലും മുറിച്ചു മാറ്റി അഭയാർത്ഥി ക്യാമ്പിലേക്ക് പലായനം ചെയ്തവർ. കളിപ്പാട്ടങ്ങളുടെ വർണ്ണചാതുര്യത്തിൽ തുമ്പിയോടും തുമ്പപ്പൂവിനോടും കിന്നാരം പറയേണ്ട പ്രായത്തിൽ ആകുലതയുടെ ജനലഴി പിടിച്ചു നിൽക്കേണ്ടി വന്ന പിഞ്ചു പൈതങ്ങൾ, സ്വന്തം കൺമുമ്പിൽ ജീവനോടെ കത്തിയെരിയേണ്ടി വന്ന പാവം പിതാവിൻ്റെ വേദനയുടെ ആർപ്പുവിളികൾ കേട്ട് സ്വപ്നത്തിൽ പോലും ഞെട്ടിയുണരുന്ന അനാഥ ബാല്യങ്ങൾ, കൊട്ടിഘോഷം മുഴക്കിക്കൊണ്ടോടുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിരുനെറ്റിയിൽ ഓട്ടോ കലാപകാരികൾ സമർപ്പിച്ച തിലകചാർത്തിന്റെ ബാക്കി പത്രങ്ങളാണിവ. വർഗീയ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ബോഡോ കലാപകാരികൾ സൃഷ്ടിച്ച കലാപാഗ്നിയിൽ വെന്തുരുകുകയാണ് ഏതാനും മാസങ്ങളായി ആസാം. ഔദ്യോഗിക കണക്ക് പ്രകാരം 90-ലധികം പേർ കൊല്ലപ്പെടുകയും 4 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെടുകയും ചെയ്ത ഈ വംശീയ സംഘർഷം ഇന്ത്യ ഇന്നുവരെ ദർശിച്ചതിൽ വെച്ച് ഏറ്റവും വലുതാണ്. പക്ഷേ വർഗീയതയുടെ തിമിരം ബാധിച്ച മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആസൂത്രിത തമസ്കരണത്തിനിടയിൽ കലാപാഗ്നിയുടെ ഒരു നാളം പോലും ഇന്ത്യൻ പ്രേക്ഷകരുടെ മുമ്പിലെത്തിയില്ല. മതേതരത്വത്തിന്റെ ലേബലൊട്ടിച്ച് ഏകപക്ഷീയമായ കലാപത്തെ ലളിതവൽക്കരിക്കാനും മുസ്ലിം ഭീകരതയുടെ ഉമ്മാക്കി കാട്ടി ബോഡോ അക്രമത്തെ ന്യായീകരിക്കാനുമായിരുന്നു ഈ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയത്. ഇതിനപ്പുറം കലാപാനന്തര ആസാമിന്റെ കനൽ പഥങ്ങൾക്ക് മറ്റെന്തൊക്കെയോ പറയാനുണ്ട്. വേട്ടക്കാരന്റെ രാക്ഷസീയതയും ഇരയുടെ കണ്ണീരും മാലോകർ യഥാവിധി അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ അത്തരമൊരു അനുഭവ സാക്ഷ്യത്തിലേക്കാണ് ദർശന TV നിങ്ങളെ വഴി നടത്തുന്നത്. ഗവൺമെന്റുകളും മുഖ്യധാരാ മാധ്യമങ്ങളും വെച്ചുവിളമ്പിയ സ്ഥിരം വാചക കസർത്തുകൾക്കും വിമർശന ശരവർഷങ്ങൾക്കും അപ്പുറം കലാപാനന്തര ആസാമിന്റെ നേർചിത്രം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചിടുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സുഖാലസ്യത്തിന്റെ ശീതളഛായയിൽ ജീവിക്കുന്ന മലയാളി മനസ്സുകൾക്ക് ഇത്തരമൊരു കാലുഷ്യത്തിന്റെ ദുരിതക്കടൽ സങ്കല്പിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല. ആകാശം മുട്ടയുള്ള രമ്യഹർമ്മങ്ങളുടെ ശീതീകരിച്ച മുറികളിലിരുന്ന് പഞ്ചനക്ഷത്ര സംസ്കാരം നയിക്കുന്ന മലയാളി മുസ്ലിങ്ങൾ മോണോ റെയിലും IT വിപ്ലവവും സ്വപ്നം കാണുമ്പോൾ ആസാമിലെ പതിത ന്യൂനപക്ഷങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തിനായി വ്യവസ്ഥകളോട് പോരാടേണ്ടി വരുന്നു. ഗുവാഹത്തിയിൽ നിന്നും 100 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പ്രവിശാലമായ വയലേലകളും ഇടതൂർന്ന വനാന്തരങ്ങളും ബ്രഹ്മപുത്രയുടെ കൊതിപ്പിക്കുന്ന തീരങ്ങളും കടന്ന് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ബോധോകളും മുസ്ലിങ്ങളും സാന്താളുകളും ആദിവാസികളും ഇന്ത്യയുടെ നാനാത്വത്തിന്റെ നേർചിത്രമായി
റോഡുകളിലൂടെയും ഇടവഴികളിലൂടെയും സഞ്ചരിക്കുന്നു. ഇവിടെയാണോ ഇന്ത്യൻ ജനത മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം കൊലവിളിച്ചത്? ഈ ചോദ്യം ഞങ്ങളുടെ മനസ്സുകളിൽ ഉത്തരം കിട്ടാതെ അലയുകയായിരുന്നു അപ്പോഴും. ഈ സുമനസ്സുകളുടെ ഹൃദയങ്ങളിലേക്കാണ് ബോഡോ കലാപകാരികൾ വർഗീയതയുടെ കുടിയേറ്റത്തിന്റെ വിഷക്കാറ്റൂതി ഭാരതാംബയുടെ ഏകത്വമെന്ന കെട്ടുറപ്പിനെ തകർക്കാൻ ശ്രമിച്ചത്? ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൗലാന ആസാദിൻ്റെയും നാട്ടിൽ ഒരു ജനത അപരവൽക്കരിക്കപ്പെട്ടതിൻ്റെ ദുരിതക്കാഴ്ചകൾ നാം കരുതിയതിലും എത്രയോ പതിന്മടങ്ങായിരുന്നു. ഭൗതികമായും രാഷ്ട്രീയമായും ആട്ടിയോടിക്കപ്പെട്ട അതിൻ്റെ ഇരകളുടെ തീരാത്ത വേദന ആരും അറിയുന്നു പോലുമില്ല. അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവച്ഛവമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട അവരുടെ നൊമ്പര കാഴ്ചകളിലേക്ക് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. സ്വന്തം ദേശത്തിനകത്ത് നിരന്തരം ചാർത്തിക്കിട്ടുന്ന പരദേശിയുടെ മേൽവിലാസത്തിൽ അവർ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നിയോഗപരിണതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും താമസിക്കുന്ന ഓരോ അഭയാർത്ഥി ക്യാമ്പുകളും ക്രൂരമായ അവഗണനയുടെ നേർക്കാഴ്ചയായി സമകാലിക ഇന്ത്യയുടെ ന്യൂനപക്ഷ മുഖം വരച്ചിടുന്നു. സങ്കൽപ്പിക്കാനാവാത്ത വൃത്തിഹീനമായ ചുറ്റുപാടിൽ സർക്കാരിൻ്റെ കണിശമായ റേഷൻ കഴിച്ച് ജീവിക്കുന്നവർ ചൊറിക്കോ പനിക്കോ വയറിളക്കത്തിനോ ചികിത്സയില്ലാതെ ദുർഗന്ധപൂരിതമായ താൽക്കാലിക കക്കൂസുകളുടെ അസഹ്യതയിൽ ജീവിതം മറന്നുപോയ മനുഷ്യപ്പേക്കോലങ്ങൾ. രോഷത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും നിസ്സഹായമായ അരക്ഷിതാവസ്ഥയിൽ മുഷിഞ്ഞു നാറുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ നിരവധി ആണുങ്ങളും പെണ്ണുങ്ങളും ഈ കോമ്പൗണ്ടിനകത്ത് ദുരിതക്കാഴ്ചയായി നൊമ്പരമുയർത്തുന്നു. കലാപാനന്തര ആസാമിൽ നരകതുല്യമായ ഇത്തരം നിരവധി അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. അവിടെ ഗർഭിണികളും രോഗികളും വൃദ്ധന്മാരും കുട്ടികളുമുണ്ട്. നല്ലവരും ചീത്തവരുമായ സാധാരണ മനുഷ്യർ. അവർ പരസ്പരം സ്നേഹിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ പ്രസവിക്കുകയും വൃദ്ധർ മരിക്കുകയും പുരുഷന്മാർ അട്ടഹസിക്കുകയും കുട്ടികൾ തല്ലുകൂടുകയും ചെയ്യുന്നു. എല്ലാം ജീവിതയാത്രയിലെ ദിനചര്യയെന്നോണം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
താർപ്പായകൾ വലിച്ചു കെട്ടിയുണ്ടാക്കിയ ഈ കൂരകൾക്ക് താഴെയും സ്കൂൾ കെട്ടിടങ്ങളുടെ വെറും വരാന്തകളിലും ആളുകൾ അന്തം വിട്ടിരിക്കുന്നതിനെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളെന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത്. എന്ത് ആശ്വാസമാണ് ഈ ക്യാമ്പുകൾ പകർന്നു നൽകുന്നത്! സത്യത്തിൽ നിർദ്ദയമായ അരക്ഷിതാവസ്ഥയുടെ പ്രകാശനങ്ങളാണ് ഓരോ അഭയാർത്ഥി ക്യാമ്പും. ഇവിടെ ജീവിതം അതിൻ്റെ അസഹ്യമായ തീക്ഷ്ണതകളോടെ മനുഷ്യരെ നിരന്തരം അപമാനിക്കുന്നു. ആത്മീയവും ശാരീരികവും മാനസികവും രാഷ്ട്രീയവുമായ മനുഷ്യന്റെ സഹജമോഹങ്ങളെ ഇഞ്ചിഞ്ചായി തകർത്ത് ആത്മനിന്ദയുടെ അപരത്വത്തിലേക്ക് അവരെ തള്ളിവിടുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒന്നു മാറ്റിയെടുക്കുവാനുള്ള വസ്ത്രത്തിനുമായി കാത്തിരിപ്പിന്റെ വിഷമമറിയാതെ ക്യൂ നിൽക്കുന്നവർ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളുമെന്നു വേണ്ട സർവരും അർദ്ധനഗ്നരാണ്. ഉടുത്ത വേഷത്തിൽ ഓടിപ്പോകുന്നവരായതുകൊണ്ട് മിക്കവർക്കും മാറ്റിയൊടുക്കാനൊന്നുമില്ല. ഹാൻഡ് ഹബിനപ്പുറവും ഇപ്പുറവും നിന്ന് തുറസായ സ്ഥലത്ത് ആണും പെണ്ണും ഇട്ട വേഷങ്ങളിൽ തന്നെ കൂട്ടത്തോടെ കളിക്കുന്നു. കൊച്ചുകുട്ടികൾ കരയുകയും വൃദ്ധർ പിറുപിറുക്കുകയും ചെയ്യുന്നു. ഒറ്റയൊറ്റയായി എരിയുന്ന അടുപ്പുകൾക്ക് മുമ്പിൽ അവർ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും കാത്തിരിക്കുന്നു. വിറകോ പാത്രങ്ങളോ ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് തങ്ങളുടെ ഊഴം കാത്തിരിക്കുന്നവരുടെ പ്രതിഷേധങ്ങളില്ലാത്ത വിശപ്പ്. സർക്കാരിൻ്റെ അതിലളിതമായ റേഷനുണ്ടായിട്ടും കഴിക്കാൻ പാത്രങ്ങളോ വേവിക്കാൻ വിറകോ ഇല്ലാത്തവർ. ക്ലാസ് മുറികൾക്കകത്തെ വെറും നിലത്ത് കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്നു. ചിലരെ വിരിപ്പിലും ചിലരെ പത്രത്താളുകളിലും കിടത്തിയിരിക്കുന്നു. രോഗം വന്നവരുടെ ദീനമായ ചുരുണ്ടുകൂടലുകൾ. ആസാമീസിലും ബംഗാളിയിലുമുള്ള കയർക്കലുകളും ശകാരങ്ങളും അവിടവിടെ പ്രതിധ്വനിക്കുന്നു. ഭാഷയില്ലാതെ തന്നെ മനസ്സിലാക്കാവുന്ന
നിശബ്ദമായ കരച്ചിലുകളിൽ അമ്മമാരുടെ കണ്ണുകൾ നീറിപ്പുകയുന്നു. നൂറുകണക്കിന് അമ്മമാരാണ് നിരവധി ക്യാമ്പുകളിലായി ഇതുവരെ പ്രസവിച്ചത്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണങ്ങളോ അമ്മമാർക്ക് പോഷകാഹാര വിതരണമോ ഇല്ല. എല്ലാ ക്യാമ്പുകളിലും അന്തേവാസികൾക്ക് പറയാനുള്ളത് ഒരേ കഥയാണ്. നോമ്പിന് അത്താഴത്തിന് എഴുന്നേറ്റപ്പോഴോ അതിനു മുമ്പോ വെടിയൊച്ച കേട്ടും അലമുറ കേട്ടും ഉണർന്നു വെടിയുണ്ടകൾക്കും തീക്കൂനകൾക്കും ഇടയിലൂടെ കിട്ടിയ വാഹനങ്ങളിൽ കയറിയോ കാൽനടയായോ രക്ഷപ്പെട്ടു വന്ന കഥ. നിഷ്കളങ്ക ബാല്യങ്ങളെപ്പോലും മനുഷ്യത്വം മരവിച്ച നരാധമന്മാർ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അത്തരം കുട്ടികൾ തുന്നിക്കെട്ടിയ മുറിവുകളുമായി വേദന കടിച്ചമർത്തി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നു. ആസാമിലെ ഉഷ്ണകാലാവസ്ഥയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത രീതിയിലാണ് പല ക്യാമ്പുകളും ഒരുക്കിയിരിക്കുന്നത്. മരങ്ങളൊന്നുമില്ലാത്ത ഒരു കുന്നിന് മുകളിൽ തകര ഷീറ്റ് കൊണ്ടുമേഞ്ഞ സ്കൂൾ കെട്ടിടത്തിൽ വരെ ക്യാമ്പ് പ്രവർത്തിക്കുന്നു. അകത്തും പുറത്തും ഒരേ ചൂട്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഈ ഉഷ്ണതീവ്രതയിൽ വെന്തുരുകുന്നു. വൃത്തിയോ വെടിപ്പോ പ്രാഥമികാരോഗ്യ സൗകര്യങ്ങളോ ഇല്ലാത്ത ഈ ക്യാമ്പുകൾ അധികവും ശക്തമായ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. പനിയും തലവേദനയും വയറിളക്കവും വന്ന് പല കുട്ടികളും ദുരിതത്തിന് മേൽ ദുരിതമേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെന്ന ലേബിൾ ഒട്ടിച്ചാണ് ബോഡോ കലാപകാരികൾ മുസ്ലിം ന്യൂനപക്ഷത്തെ ആട്ടിപ്പായിച്ചതെങ്കിൽ റേഷൻ കാർഡും ഔദ്യോഗിക രേഖകളുമുള്ള നിരവധി പേരെയും നമുക്ക് കണ്ടെത്താനാകും. സത്യത്തിൽ ആധിപത്യത്തിന് വേണ്ടിയുള്ള മൃഗീയതയുടെ സംഹാര താണ്ഡവത്തിൽ പാവം ജനത അതിദാരുണമായി ഇരയാക്കപ്പെടുകയായിരുന്നു.